ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മളിന്ന് വന്നേക്കുന്നത് ലിപ്സ്റ്റിക് ഷെയ്ഡ്സ് നമുക്ക് സ്യൂട്ടാവാത്ത ഷെയ്ഡ്സ് ഉണ്ടെങ്കിൽ അത് എങ്ങനെ നമുക്ക് ചേരുന്ന ഷെയ്ഡാക്കി എടുക്കാം എന്നൊരു ടിപ്പുമായിട്ടാണ്. അപ്പോൾ നമ്മൾ ഈ ഡസ്കി സ്കിൻസ് ഉള്ളവർക്ക് ചില ബ്രൈറ്റ് ഷെയ്ഡ്സ്, ചില ന്യൂഡ് ഷെയ്ഡ്സ് നമ്മുടെ സ്കിന്നിന് അത്ര സ്യൂട്ടാവത്തില്ല. അപ്പോൾ അത് ചിലപ്പോൾ നമ്മൾ ഓൺലൈനിൽ നിന്നൊക്കെ കറക്റ്റ് കളർ നോക്കി വാങ്ങിക്കാതെ കൈ കിട്ടുമ്പോഴായിരിക്കാം നമുക്ക് ചേരാത്ത കളറാണെന്ന് മനസ്സിലാവുന്നത്. അപ്പോൾ അത് വേസ്റ്റ് ആക്കാതെ നമുക്ക് ചേരുന്ന ഒരു ഷെയ്ഡാക്കി എങ്ങനെ യൂസ് ചെയ്യുക എന്നുള്ളതാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത്. അപ്പോൾ ഫസ്റ്റ് ഞാൻ നിങ്ങൾക്കൊരു ലിപ്സ്റ്റിക്ക് കാണിച്ചു തരാം. ഇത് നിങ്ങൾക്ക് കാണുന്നുണ്ടോ എന്നറിയത്തില്ല. ഇത് ബ്ലൂ ഹെവൻ്റെ 118 മെറൂൺ ഷെയ്ഡാണ് ഇത്. അപ്പോൾ ഈ ഒരു ലിപ്സ്റ്റിക്ക് ഉണ്ടെങ്കിൽ നമ്മുടെ സ്കിന്നിന് സ്യൂട്ടാവാത്ത ഏതെങ്കിലും ഷെയ്ഡ്സ് ഉള്ള ലിപ്സ്റ്റിക്ക് നമുക്ക് ഈ ഒരു ഇത് വെച്ചിട്ട് മിക്സ് ചെയ്ത് നമുക്ക് നമ്മുടെ സ്കിന്നിന് സ്യൂട്ടാവുന്ന ഷെയ്ഡ് ഒക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ അതിനായിട്ട് ഞാൻ ആദ്യം ഡാസ്ലറിൻ്റെ ഈ ഒരു ഷെയ്ഡാണ് യൂസ് ചെയ്യുന്നത്. ഷെയ്ഡ് നമ്പർ DLC016 ആണ്. അപ്പോൾ ഇത് എൻ്റെ സ്കിന്നിന് ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ചുണ്ട് ഭയങ്കരമായിട്ട് ബ്രൈറ്റായിട്ട് എന്നുവെച്ചാൽ നമ്മുടെ ഡസ്കി സ്കിന്നിന് ഒട്ടും ചേരാത്തൊരു ഷെയ്ഡാണിത്. എനിക്കിത് ഡാസ്ലർ ഗിഫ്റ്റ് അയച്ചു തന്നൊരു ലിപ്സ്റ്റിക്കാണേ. അപ്പോൾ ആദ്യം ഞാൻ നിങ്ങൾക്ക് ഈ ഒരു ഷെയ്ഡ് ഇത് മാത്രം അതായത് മിക്സ് ചെയ്ത് ഇത് മാത്രം ഞാൻ ഇട്ട് കാണിക്കാം. ഇത് കണ്ടോ, ഈ കളറ് നമുക്ക് എങ്ങനെ എടുത്ത് നിൽക്കും. നമ്മുടെ ഡസ്കി സ്കിന്നിന് ചേരുന്ന ഒരു കളറല്ല ഇത്. എങ്ങനെയാണ് നമുക്ക് മിക്സ് ചെയ്തിടുന്നതെന്ന് ഞാനൊന്ന് കാണിച്ചു തരാം മറ്റേ കളറുമായിട്ട്. ഇപ്പം ഞാൻ നേരത്തെ കാണിച്ച ബ്ലൂ ഹെവൻ്റെ ലിപ്സ്റ്റിക്ക് എടുത്തിട്ടുണ്ട്. അത് വെച്ചിട്ട് നമുക്ക് ജസ്റ്റ് ബോർഡർ ലൈൻ ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ചെറിയൊരു ഷെയ്ഡ് മാറ്റം വന്നിട്ടുണ്ടെങ്കിലും അത്ര ഡാർക്കായിട്ടില്ല. ഇനി ഇത് കറക്റ്റായിട്ട് കളർ മിക്സ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അതിനായിട്ട് ഞാൻ ആദ്യം ഇത് വൈപ്പ് ഔട്ട് ചെയ്യുവാണേ. അതിനായിട്ട് നമ്മുടെ കയ്യിൽ ഈ ഒരു ലിപ്സ്റ്റിക്ക് ആദ്യം ഒന്ന് അപ്ലൈ ചെയ്യണം. ഇങ്ങനെ റൗണ്ട് ചെയ്ത് ജസ്റ്റ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. അതിനുശേഷം നമ്മുടെ ഈ ഡാസ്ലറിൻ്റെ ഈ ലിപ്സ്റ്റിക്ക് എടുത്ത് ഇതിലോട്ട് ഒരല്പം ഇങ്ങനെ ഡോട്ടായിട്ട് ഇട്ടെടുക്കുക. എന്നിട്ട് ഇങ്ങനെ ബ്ലെൻഡ് ചെയ്യണം. ഈ ബ്ലൂ ഹെവൻ്റെ ഈ ലിപ്സ്റ്റിക്ക് ഒരു ക്രീമി ടെക്സ്ചറാണ്. അപ്പോൾ ഡ്രൈ ആവുന്ന ലിപ്സ്റ്റിക്സ് ഉണ്ടെങ്കിലും അധികം ഡ്രൈ ആവത്തില്ല, ഒരു ക്രീമി ടെക്സ്ചർ തരും നമുക്ക്. ഇങ്ങനെ കൈ വെച്ച് ബ്ലെൻഡ് ചെയ്യുമ്പോൾ ഇങ്ങനൊരു ഷെയ്ഡാണ് കിട്ടുന്നത്. ഇനി അത് നമുക്ക് ചുണ്ടിലോട്ട് അപ്ലൈ ചെയ്ത് വെക്കാം. അപ്പോൾ അതാ കണ്ടില്ലേ, റോസിൻ്റെ കളറാണ്, റോസാപ്പൂ, പിങ്ക് റോസ് അല്ലെങ്കിൽ പട്ട് റോസാപ്പൂ എന്നൊക്കെ പറയത്തില്ലേ, അതിൻ്റെ ഒരു കളറാണ് കിട്ടുന്നത്. നല്ലൊരു ഷെയ്ഡാണ്. ഡസ്കി സ്കിൻസിന് നല്ല അടിപൊളിയായിട്ട് ചേരുന്നൊരു ഷെയ്ഡാണിത്. ഇനി അടുത്ത് ഞാൻ കാണിക്കാൻ പോകുന്നത് നമ്മളെ സെയിം ആ ലിപ്സ്റ്റിക്ക് എടുത്തിട്ടുണ്ട്, ബ്ലൂ ഹെവൻ്റെ ആ ലിപ്സ്റ്റിക്ക് എടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ വീണ്ടും നമ്മുടെ കയ്യിലോട്ട് സ്പ്രെഡ് ചെയ്യുക. ഞാൻ ഡാസ്ലറിൻ്റെ ഈ ഒരു ഷെയ്ഡാണ് എടുത്തേക്കുന്നത്. നേരത്തെ എടുത്തൊരു പിങ്ക് ആയിരുന്നു. ഇത് DLC003 ഒരു ബ്രിക്ക് കളറാണ് ഇത്. അപ്പോൾ ഇതും നമുക്ക് ഡസ്കി സ്കിൻസിന് ഇത് മാത്രം അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ സ്കിന്നിന് ചേരത്തില്ല. അപ്പോൾ ഇതും ഞാൻ
നേരത്തെ ചെയ്ത പോലെ തന്നെ ഇതിലോട്ട് നമ്മൾ നേരത്തെ കയ്യിൽ സ്പ്രെഡ് ചെയ്യലോട്ട് ഇതും കൂടെ ആക്കുവാണ്. ഇത് കണ്ടല്ലോ, ഞാൻ ആക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്യാം. എന്നിട്ട് അത് നമുക്ക് നേരത്തെ നമ്മൾ ചുണ്ടിലിട്ട് ഇനി നമുക്ക് ചുണ്ടിലോട്ടിട്ട് കൊടുക്കാം. കണ്ടോ, ഇതും ഡസ്കി സ്കിന്നിന് അടിപൊളിയായിട്ട് സ്യൂട്ടാവുന്ന ഒരു കളറാണ്, നന്നായിട്ട് സ്യൂട്ടാവുന്നൊരു കളറാണ്. ഞാൻ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്നതാണ് ഡാസ്ലറിൻ്റെ ഈ 2 ലിപ്സ്റ്റിക്കും പിന്നെ ബ്ലൂ ഹെവൻ്റെ ഈ ലിപ്സ്റ്റിക്കും കൂടെ മിക്സ് ചെയ്ത് ഞാൻ എപ്പോഴും ഇടുന്ന 2 ഷെയ്ഡ്, കൂടുതലും ഇതാണ് ഉപയോഗിക്കാറ്. അടുത്ത് നമ്മൾ ട്രൈ ചെയ്യാൻ പോകുന്നത് ഈ മൊറൈസ് കോസ്മെറ്റിക്സിൻ്റെ മൊറൈസ് ലണ്ടൻ. നമുക്ക് ക്യാമറയിൽ ഇത് തലതിരിഞ്ഞാണ്, ഞാൻ ഫ്രണ്ട് ക്യാമറ വെച്ചാണ് ഈ വീഡിയോ എടുക്കുന്നത്. മൊറൈസ് ലണ്ടൻ്റെ ഈ ഒരു ഷെയ്ഡ്, അതിൽ ഷെയ്ഡ് നമ്പറൊന്നും എഴുതിയിട്ടില്ല കേട്ടോ. ഇതൊരു ലൈറ്റ് ബ്രിക്ക് കളറാണ്. നമ്മൾ നേരത്തെ എടുത്ത ഡാസ്ലറിൻ്റെ DL 003 ഉണ്ടല്ലോ, അതിൻ്റെ ഏകദേശം ഒരു ഷെയ്ഡാണ്. അപ്പോൾ ഇത് അത് ഏകദേശം ഷെയ്ഡല്ല, സെയിം അതേ ഷെയ്ഡാണ്. ഇത് ഞാൻ ഇട്ട് കാണിക്കുന്നില്ല. ഇതേ സെയിം കമ്പനിയുടെ തന്നെ ഈ 2 ഷെയ്ഡ് എൻ്റെ കയ്യിലുണ്ട്. ഇതൊരു പിങ്ക്, ഇത് നല്ല ബ്രൈറ്റ് ആയിട്ടുള്ളൊരു പിങ്കാണിത്. പിന്നെ ഇതൊരു ഭയങ്കര ബ്രൈറ്റ് ആയിട്ടുള്ളൊരു വല്ലാത്തൊരു റെഡ് കളറാണ്. ഇത് നമുക്ക് ചേരത്തില്ല, ഒരു ഡസ്കി സ്കിന്നിന് ഒട്ടും ചേരാത്ത 2 ഷെയ്ഡാണ് കേട്ടോ ഇത്. അപ്പോൾ ഇതെങ്ങനെയാണ് മിക്സ് ചെയ്ത് അപ്ലൈ ചെയ്യുന്നത് ഞാൻ കാണിക്കാം. അപ്പോൾ അതിനായിട്ട് ഞാൻ ഇവിടെ സ്വിസ് ബ്യൂട്ടിയുടെ മാറ്റ് ലിപ്പ് ലൈനർ എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ഷെയ്ഡ് വന്നിട്ട് മെറൂൺ 02 ആണ് ഇതിൻ്റെ ഷെയ്ഡ്. അപ്പോൾ ഇത് വെച്ചിട്ട് ആദ്യം നമുക്ക് ലിപ്പ് ലൈൻ ഒന്ന് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഞാൻ ലിപ്പ് ഒന്ന് ചെറുതായിട്ട് ബോർഡർ ലൈൻ വരഞ്ഞെടുത്തിട്ടുണ്ട്. ഇത് രണ്ടും നേരത്തെ നമ്മൾ കാണിച്ച ഡാസിനേക്കാളും അത്യാവശ്യം നല്ല ബ്രൈറ്റായ ഒരു കളർ ആയതുകൊണ്ട് തന്നെ അതുകൊണ്ടാണ് ഞാൻ ലിപ്പ് ലൈനറും കൂടെ കൊടുത്തത്. നമ്മൾ ചില ലിപ്സ്റ്റിക്ക് ഇട്ടിട്ട് ഡാർക്കായിട്ടുള്ള ലൈറ്റായിട്ടുള്ള ലിപ്സ്റ്റിക്ക് ഇട്ടിട്ട് ഡാർക്കായിട്ടുള്ള ഏതെങ്കിലും ലിപ്പ് ലൈനർ വെച്ചിട്ട് ലൈൻ വരച്ചെത്തുന്ന ചുണ്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാലും നമുക്ക് നല്ലൊരു ഡാർക്ക് കളർ കിട്ടും. അപ്പോൾ ഇത് ഞാൻ ലിപ്പ് ലൈനർ വെച്ചു. ഇനി നമ്മൾ നേരത്തെ എടുത്ത അതേ ബ്ലൂ ഹെവൻ്റെ ആ സെയിം ലിപ്സ്റ്റിക്ക് നമ്മൾ കയ്യിൽ സ്പ്രെഡ് ചെയ്യുന്നു. ഇതിലെ ഈ പിങ്ക് ഷെയ്ഡ് ഞാൻ എടുത്ത് ഇതിലോട്ട് സ്പ്രെഡ് ചെയ്യാണ്. ഇനി ഇത് മിക്സ് ചെയ്ത് വെക്കണ്ട, ഭയങ്കര ബ്രൈറ്റാണ് ഈ കളർ. ഇത് മിക്സ് ചെയ്തെടുക്കുകയാണ്. ഇപ്പോൾ കളർ മാറുന്നുണ്ടോ? ഇപ്പം നല്ലൊരു ബ്രൗൺ കളറായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് പെട്ടെന്ന് ഡ്രൈ ആവുന്ന ലിപ്സ്റ്റിക്കാണ്, അപ്പോൾ പെട്ടെന്ന് ചുണ്ടിലോട്ട് ഇടണം. അപ്പോൾ ഇതാ കണ്ടില്ലേ, ഇതും ഈ കളർ ഷെയ്ഡും നന്നായിട്ട് ഡസ്കി സ്കിൻസിന് ചേരും. പക്ഷേ ആ ഡാസ്ലറിൻ്റെ അത്രയും നല്ലൊരു കളർ ഇതിൽ കിട്ടത്തില്ല. ഈ മൊറൈസ് ലണ്ടൻ ലിപ്സ്റ്റിക്ക് നല്ലപോലെ ലോങ് ലാസ്റ്റ് ചെയ്യും കേട്ടോ. അപ്പോൾ ഏതാണ്ട് ഒരു 8 മണിക്കൂറോളം ഇത് നമ്മുടെ ചുണ്ടിൽ അതുപോലെ തന്നെ കിടക്കും. പക്ഷേ ഇതിൻ്റെ വേറൊരു കുഴപ്പമൊന്നുമില്ല, നമ്മൾ അപ്ലൈ ചെയ്യാതെ നമ്മൾ അങ്ങനെ ഡോട്ടാക്കി അപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ പെട്ടെന്ന് ഡ്രൈ ആവും. നമ്മുടെ ചുണ്ടും അതുപോലെ പെട്ടെന്ന് ഡ്രൈ ആയിട്ട് ഇങ്ങനെ വരണ്ട് പൊട്ടുന്ന ആ ഒരു ടെക്സ്ചറിലാക്കും. അതുകൊണ്ട് തന്നെ ഈ ലിപ്സ്റ്റിക്ക് ഞാൻ വലുതായിട്ട് അങ്ങനെ ഉപയോഗിക്കാറ്. വല്ലപ്പോഴാണ് ഈ ലിപ്സ്റ്റിക്ക് ഞാൻ യൂസ് ചെയ്യാറ്, കാരണം പെട്ടെന്ന് ഡ്രൈ ആക്കും നമ്മുടെ സ്കിന്ന്. ഈ ബ്ലൂ ഹെവൻ്റെ ഈ ലിപ്സ്റ്റിക്ക് ഇത്രയും ഈ ക്രീമി ആയിട്ടുള്ള ഇതുമായിട്ട് മിക്സ് ചെയ്തിട്ടാൽ പോലും ഇത് പെട്ടെന്ന് ഈ മൊറൈസ് ലണ്ടൻ നന്നായിട്ട് പെട്ടെന്ന് ഡ്രൈ ആക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് ഇത് മിക്സ് ചെയ്തപ്പോൾ കിട്ടിയ ഷെയ്ഡ്. ഇനി അടുത്തിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ മൊറൈസ് ലണ്ടൻ്റെ ഈ ഓറഞ്ചും റെഡും കൂടെ ചേർന്ന ഒരു കളറാണിത്. ഇതും കൂടി നമുക്കിനി മിക്സ് ചെയ്ത് നോക്കാം. അപ്പം നേരത്തെയൊക്കെ ചെയ്ത പോലെ തന്നെ ഞാൻ കയ്യിൽ ഇതെടുക്കുന്നു. ഇതിന് ലിപ്പ് ലൈനർ കൊടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ.
ശേഷം കണ്ടോ അതിൻ്റെ കളർ കണ്ടോ, ഭയങ്കര ബ്രൈറ്റാണ്. ഇതിലോട്ട് ഇത് അപ്ലൈ ചെയ്യുന്നു. ഇനി നമുക്കിത് സ്പ്രെഡ് ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ കളറ് മാറി വരുന്നുണ്ട്. ഇനി ഉടനെ തന്നെ നമുക്ക് ചുണ്ടിലോട്ട് അപ്ലൈ ചെയ്യാം, അല്ലെങ്കിൽ ഡ്രൈ ആയി പോകും. അപ്പോൾ ഇത് മിക്സ് ചെയ്തിട്ടപ്പോൾ ഈ ഒരു ഷെയ്ഡാണ് നമുക്ക് കിട്ടിയത്. കണ്ടില്ലേ, ഇതും നമുക്ക് ഡസ്കി സ്കിന്നിന് സ്യൂട്ടാണ്. നല്ലൊരു ഷെയ്ഡാണ് കേട്ടോ, നല്ലൊരു റെഡ് ഷെയ്ഡാണ്, നല്ലൊരു റെഡാണ് കിട്ടിയത്. നമുക്ക് സ്യൂട്ടാവുന്ന, നമ്മുടെ ഡസ്കി സ്കിന്നിന് മാച്ച് ആവുന്ന നല്ലൊരു റെഡ് ഷെയ്ഡാണ് ഇതിന് കിട്ടിയത്. അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് ചേരാത്ത ഏതെങ്കിലും ലിപ്സ്റ്റിക് ഷെയ്ഡ്സ് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ അത് കളയണ്ട, ഉപയോഗിക്കാതെ മാറ്റി വെച്ചിരിക്കുന്നവരും കാണാം. അപ്പോൾ നിങ്ങൾക്ക് ഇതേപോലെ ഈ ബ്ലൂ ഹാൻഡിനെ പോലെ ഏതെങ്കിലും നല്ല ഡാർക്ക് ഷെയ്ഡ്, അതായത് ഡാർക്ക് മെറൂൺ പോലത്തെ ഒരു ഷെയ്ഡ് ലിപ്സ്റ്റിക്കോ അല്ലെങ്കിൽ ലിപ് ലൈനറോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് മിക്സ് ചെയ്ത് ഇതേപോലെ ഉപയോഗിക്കാവുന്നതാണ്. അത് നിങ്ങളെ കളയണ്ട. അപ്പോൾ നമുക്ക് വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരേക്കും ബൈ.